നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാനൊരുങ്ങി ഇസ്രായേൽ. 2017 ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാൻ പോകുന്നുവെന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലാണ് അതായത് ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നത്. പലസ്തീൻ നഗരമായ ബത്ലഹേമിന് സമീപം ജെറുസലേമിന്റെ തെക്കു പടിഞ്ഞാറായി ഏകദേശം 148 ഏക്കർ സ്ഥലത്താണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത്. നഹാൽ ഹൈലൈറ്റ്സ് എന്നാണ് കുടിയേറ്റ കേന്ദ്രം അറിയപ്പെടുക. സോണിംഗ് പ്ലാനുകളും നിർമ്മാണ അനുമതിയും കിട്ടുന്നതിന് ഒരുപാട് സമയമെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമെന്നാണ് നിലവിലെ നിഗമനം. അതേസമയം പീസ് നൗ ഇതിനെ എതിർക്കുന്നുണ്ട്. അതായത് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ പീസ് നൗ അതിശക്തമായി തന്നെ എതിർക്കുകയാണ്. പീസ് നൗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കുടിയേറ്റ കേന്ദ്ര നിർമ്മിതി സംഘർഷമുണ്ടാക്കുമെന്ന് പീസ് നൗ മുന്നറിയിപ്പ്. മാത്രമല്ല, കുടിയേറ്റ കേന്ദ്ര നിർമ്മാണം സുരക്ഷാ വെല്ലുവിളികൾ കൊണ്ടുവരുമെന്നും പീസ് നൗ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകെട്ട പലസ്തീൻ ഗ്രാമമായ ബത്തീറിന്റെ ഭൂമിയിലാണ് എന്നും പീസ് നൗ വ്യക്തമാക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ ഒരു നീക്കം എന്തായാലും ശക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇറാൻ സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ഒടുവിൽ ഹമാസ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ്, അതിന് ഒരു ആക്കം കൂട്ടുകയാണ് ഈ സൈനിക അഭ്യാസം. ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 7:30 മുതൽ 8:30 വരെയായിരുന്നു കാസ്പിയൻ കടൽ തീരത്തെ ഇറാൻ പ്രവിശ്യയായ ഗിലാനിൽ അഭ്യാസം നടന്നത്. നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനികാഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ് ഇറാൻ. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വച്ച് വധിച്ചതിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് സംയമനം പാലിക്കണമെന്നും തിരിച്ചടി പാടില്ല എന്നും യൂറോപ്യൻ നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശം തള്ളിക്കൊണ്ടുള്ള നീക്കമാണ് ഇറാൻ നടത്താനൊരുങ്ങുന്നത്. ഇറാനോട് സമാധാനാഹ്വാനത്തിനായി സംയുക്ത പ്രസ്താവനയൊക്കെ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലൂടെ ഇറാനോട് സമാധാന അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സ്വീകരിച്ച നിലപാട് തങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹനിയയെ വധിച്ചതിന് തിരിച്ചടി നൽകാനുള്ള അവകാശം രാജ്യത്തിനുണ്ട് എന്നാണ്. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും തടയാൻ ഇത് ആവശ്യമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.